ഹായ് ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള പൈനാപ്പിൾ പൊരിച്ചത് ഉണ്ടാക്കാൻ പോവാണേ. സംഭവം ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനായി നമുക്ക് ആദ്യം തന്നെ ഒരു പൈനാപ്പിൾ വേണം. നന്നായിട്ട് വൃത്തിയാക്കി അതിനെ കുഞ്ഞായിട്ട് മുറിക്കാം. നിങ്ങൾക്ക് എങ്ങനെ വേണോ അതുപോലെ മുറിക്കാം. പൈനാപ്പിൾ ഉടയാണ്ട് അരിഞ്ഞതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് ചേർക്കാവേ. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് ആവശ്യത്തിന് മാത്രമുള്ള പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറേ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മത്തടിക്കും, കഴിക്കാനേ പറ്റത്തില്ല. പിന്നെ നന്നായിട്ട് മസാലകൾ ഈ പൈനാപ്പിളിൽ പിടിപ്പിക്കുക. പിന്നെ ഒരു പാൻ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ട് കുറച്ച് ചൂടാകുമ്പോൾ നമുക്ക് ഈ ഒരേ പൈനാപ്പിളായിട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പൊരിച്ചൊന്നും എടുക്കേണ്ട, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതിയേ. ഫ്രൈ ചെയ്ത സാധനം നമുക്ക് പാത്രത്തിലൂടെ സെർവ് ചെയ്യാം. സെർവ് ചെയ്ത ഉടനെ തന്നെ കുറച്ച് പഞ്ചസാര മേലെ വിതറി കൊടുക്കാം. ചൂടാറി കഴിയുമ്പോൾ ഈ പഞ്ചസാര മെൽറ്റാവും. അപ്പം നമുക്ക് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനൊക്കെ. ഒരു പഴത്തിൻ്റെ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്, പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. കുറേ ഒന്നും കഴിക്കാൻ പറ്റില്ല, നന്നായിട്ട് മത്തടിക്കുക. ബൈ ബൈ.